അങ്ങനെ വെള്ളിയാഴ്ച കഴിയുന്നതോടെ പാലിയേക്കരയിൽ ഇന്നു മുതൽ വീണ്ടും ടോൾ പിരിവ് ആരംഭിക്കുകയാണ്. പഴയ നിരക്കിൽ ടോൾ പിരിക്കാനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങൾ മുഴുവനായും പരിഹരിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഹൈക്കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നു. 73 ദിവസങ്ങൾക്ക് ശേഷം പാലിയേക്കരയിൽ വീണ്ടും ടോൾ തിരിച്ചു വരികയാണ്. ടോൾ പിരിവിനുള്ള സ്റ്റേ ഹൈക്കോടതി ഇന്ന് നീക്കി. അടിയന്തരമായി തന്നെ അവർക്ക് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാനും കഴിയും. ഇതിലേക്ക് കോടതിയെ നയിച്ച പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 73 ദിവസത്തിനിടയിൽ അവിടുത്തെ ടോൾ പിരിവിന് തടസ്സമായിരുന്നത് ഗതാഗതക്കുരുക്കാണ്. അതൊരു പരിധിവരെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ചേർന്ന് പരിഹരിച്ചു കഴിഞ്ഞു. സർവീസ് റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. അതിന് പരിഹാരം കണ്ടിരിക്കുന്നു. ഇന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചത് ചില സ്ഥലങ്ങളിൽ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമേ തർക്കങ്ങളുള്ളൂ. മറ്റെല്ലാ ജോലികളും അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാണ് എന്നതായിരുന്നു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ടോൾ പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവ് ഇന്ന് നൽകിയത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനമാണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം ദിവസമായി അവർ ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ സമ്മർദ്ദമാണ് കോടതിക്ക് മുന്നിൽ ചെലുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അവിടുത്തെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കാം. ടോൾ പിരിക്കാൻ അനുവദിച്ചാൽ മാത്രമേ കരാർ കമ്പനിയോട് ആ റോഡിൻ്റെ ശേഷിക്കുന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ പോലും പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടാൻ കഴിയൂ. അത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ട് ദേശീയപാത അതോറിറ്റി നേരിടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ കൂട്ടിയ ടോൾ നിരക്ക് അത് ഒഴിവാക്കി പഴയ നിരക്കിൽ തന്നെ ടോൾ തുടരാമെന്ന കാര്യം കൂടി കോടതി അറിയിച്ചത്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നത്. പഴയ നിരക്ക് തുടരാനാണ് കോടതി ഉത്തരവെങ്കിലും അതുകൊണ്ട് ഈ വാഹന ഉടമകൾക്ക് കാര്യമായ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരു ദിശയിലേക്ക് കടന്നു പോകുന്ന കാറിന് 5 രൂപയാണ് പരമാവധി കൂട്ടിയിരിക്കുന്നത്. ഇരുവശത്തേക്കും കടന്നു പോകുമ്പോൾ നിരക്ക് വർധന പ്രാബല്യത്തിലുമില്ല. അതുകൊണ്ട് കാര്യമായ മെച്ചമൊന്നും ഇതുകൊണ്ട് വാഹന ഉടമകൾക്കുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൊരട്ടിയിൽ കൂടി അടിപ്പാത നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇത് മോണിറ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ദിവസത്തിന് ശേഷം കോടതി വീണ്ടും ഈ ഹർജി പരിഗണിക്കും. അപ്പോൾ ഈ ഗതാഗതക്കുരുക്ക് കൂടുതലാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അവിടെ കോടതി ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.